ഹാദിയ കേസിലെ ഹൈക്കോടതി കണ്ടെത്തലുകൾ ഗൗരവമേറിയതെന്ന് സുപ്രീം കോടതി. ഷഫീൻ ജഹാന്റെ പശ്ചാത്തലം വിശദമാക്കി റിപ്പോർട്ട് നൽകാൻ NIAക്ക് കോടതി നിർദ്ദേശം നൽകി. ഷഫീൻ ജഹാന്റെ ഭീകരസംഘടനാ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഹാദിയയുടെ രക്ഷിതാക്കൾ അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. ആവശ്യമെങ്കിൽ ഹാദിയയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഹാദിയയുമായുള്ള വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഭർത്താവായിരുന്ന ഷഫീൻ ജഹാൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. ഹാസിയ, ആദിയ, ഹാദിയ എന്നിങ്ങനെ അഖിലയ്ക്ക് 3 പേരുകൾ വന്നതെങ്ങനെയെന്ന് കോടതി ചോദിച്ചു. ഹാദിയയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ല. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തനങ്ങളെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യങ്ങൾ. ഷഫീൻ ജഹാന് IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നായിരുന്നു ഹാദിയയുടെ അച്ഛൻ അശോകന്റെ അഭിഭാഷകരുടെ വാദം. സാമ്പത്തിക സഹായം നൽകി ആസൂത്രിതമായി മതപരിവർത്തനം നടത്തുകയാണ് മഞ്ചേരിയിലെ സത്യസരണി. ഹാദിയയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നാൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഷഫീൻ ജഹാന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞു. തുടർന്നാണ് ആരോപണങ്ങൾക്കുള്ള രേഖകൾ ഒരാഴ്ചക്കുള്ളിൽ ഹാജരാക്കാൻ അശോകനോട് കോടതി നിർദ്ദേശിച്ചത്. ഷഫീന് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നാരാഞ്ഞ കോടതി ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകാൻ NIAയോടും ആവശ്യപ്പെട്ടു. ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ മുഴുവൻ കക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന പക്ഷം 24 മണിക്കൂറിനുള്ളിൽ ഹാദിയയെ അച്ഛൻ അശോകൻ കോടതിയിൽ ഹാജരാക്കണം. ആഗസ്റ്റ് 16 കേസ് വീണ്ടും പരിഗണിക്കും. News 18, ഡൽഹി.